ഒമേഗ എച്ച് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കാണുന്നത് കൊപ്പം വളാഞ്ചേരി റൂട്ടിൽ നിന്നും മാറിയിട്ട് നടുവട്ടം നിന്ന് 2 കിലോമീറ്റർ ഉള്ളിലേക്ക് മാറിയ തെക്കുംമല ഭാഗത്തുള്ള സ്ഥലത്തിൻ്റെ വിശേഷങ്ങളിലേക്കാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ വീട് നമ്മൾ റോഡ് സൗകര്യം എല്ലാം ഉള്ളതാണ്. ടാർ റോഡ് ഫ്രണ്ടേജ് ആണ്. നമുക്ക് വീടിൻ്റെ ഫ്രണ്ടേജാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ നമുക്കിവിടെ 18 സെൻറ്റ് സ്ഥലവും 2500 സ്ക്വയർ ഫീറ്റും വരുന്ന വീടാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിനോട് ചേർന്നിട്ട് നമുക്ക് ഒരു ഔട്ട് ഹൗസും ഉണ്ട്. അപ്പോൾ നമ്മളെ വീടിൻ്റെ വിശേഷത്തിലേക്ക് പോവാം. 18 സെൻറ്റ് സ്ഥലവും 2500 സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ്. 5 BHK ആണ്. വീട്ടിൽ നമുക്കിവിടെ ഫ്രണ്ടിലൊക്കെ 2 തെങ്ങ് നിൽക്കുന്നുണ്ട്. നല്ല 5-6 കാറുകളൊക്കെ നിർത്താൻ പറ്റിയ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. തുളസിത്തറയൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കിഴക്കോട്ടാണ് ദർശനം വരുന്നത്. കാർ പോർച്ച് ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട്. അതിന് പുറമെ ഡ്രസ് വർക്കും ചെയ്തിട്ടുണ്ട്. അടുത്തൊക്കെ നല്ല VIP ഏരിയ ആണ്. വീടുകളൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെയും റോഡ് വരുന്നുണ്ട്. ഈ പോർഷനിൽ ഒരു റോഡ് പോകുന്നുണ്ട്. നല്ല വീതിയായിട്ട് 10-14 അടിയിലെ റോഡ് പോകുന്നുണ്ട്. ഇവിടെ നമുക്ക് നല്ല കായ്ക്കുന്ന ഒരു തെങ്ങ് മൂച്ചിയുണ്ട്. അതേമാതിരി ഇവിടെ ഒരു വരിക്കപ്പിലാവുണ്ട്. നമ്മളെ വീടിൻ്റെ ബാക്ക് സൈഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ആ റോഡ് ഒന്നുകൂടെ കാണിക്കുകയാണ്. അടുത്ത് നമുക്ക് ഒരു വീടുകളുണ്ട്. അവിടുന്ന് അതേമാതിരി ബാക്കിലേക്കൊക്കെ വീടുകളുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു വറ്റാത്തൊരു കിണറുണ്ട്. നല്ല തെളി നീരായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ കിണറിന് പുറമെ നമുക്കിവിടെ പൈപ്പ് ലൈൻ ഉണ്ട്. ഇവിടെ നമുക്ക് കുടിവെള്ളധാരയുടെ ഉണ്ട്. പിന്നെ പ്രൈം മിനിസ്റ്റർ പദ്ധതിയിലുള്ള പിന്നെ 2 കണക്ഷനും ഉണ്ട്. ഇവിടെ വീടിൻ്റെ ഉമ്മറത്തേക്ക് നമ്മൾ കയറുകയാണ്. ഇവിടെ നമുക്ക് ചാരുപടിയെ കാണാം. പിന്നെ ഇപ്പോൾ ഇത് നല്ല കൊത്തുപടി. അപ്പോൾ നമുക്ക് ഉള്ളിലത്തെ വിശേഷങ്ങളൊക്കെ കാണാം. റൂംസും കാര്യങ്ങളൊക്കെ കാണാം. ഫ്രണ്ട് പോർഷനിൽ നമുക്ക് ഹാളിൻ്റെ വലിപ്പമാണ്. നല്ല വലിപ്പമുള്ള ഒരു ഹാളാണ്. നമുക്കിവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. രണ്ടാമത്തെ ബെഡ്റൂം കൂടെ ഉണ്ട്. ഇതിൽ നമുക്ക് ഡൈനിങ് റൂമാണ്, ഡൈനിങ് ഹാളാണ്. നമുക്ക് മുകളിലേക്കുള്ള പോകാനുള്ള കോണിപ്പടി ഉണ്ട്. മുകളിലേക്ക് റൂംസിലേക്ക് പോകാനുള്ളത് മുകളിലുണ്ട്. നമുക്ക് പൂജാ റൂം കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് നമുക്കൊന്ന് പോകാം. ഇത് നല്ല അത്യാവശ്യം വലുപ്പമുള്ളൊരു റൂം തന്നെയാണ്. ഇതിൽ ബാത്റൂം ഈ ഭാഗത്തൊക്കെ കൊടുത്തിരിക്കണം. അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ഗ്രൗണ്ട് ഫ്ലോറത്തെ രണ്ടാമത്തെ റൂമിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. രണ്ടാമത്തെ റൂമിൽ നമുക്ക് അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ട്. അതിനും അറ്റാച്ച്ഡ് ബാത്റൂം കൂടെ കൊടുത്തിട്ടുണ്ട്. യൂറോപ്യൻ ക്ലോസറ്റ് ആയിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജനലൊക്കെ ഈ ഭാഗത്താണ്. ചുമരലമാര ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുകളിലത്തെ അപ്സ്റ്റെയറിൽ എടുത്തിട്ട് പിന്നെ അങ്ങോട്ട് കിച്ചണിലേക്ക് വരാമെന്ന് വെച്ചിട്ടാണ്. ഇതൊക്കെ വുഡൻ വർക്കിൽ ചെയ്താണ്. നമുക്ക് വീട് ഇപ്പോൾ ഒരു 12 വർഷത്തിന് മേലെ പഴക്കമുണ്ട്. എന്നാലും എല്ലാം നല്ല രീതിയിൽ മറ്റേ മണലിൽ തീർത്ത വീടാണ്. മുകളിൽ 3 ബെഡ്റൂമാണ് വരുന്നത്. ബാൽക്കണി അവിടെ ഉണ്ട്. നമുക്ക് ഇവിടുത്തെ നേരെയുള്ള ബെഡ്റൂമിലേക്ക് തന്നെ പോവാം. ഈ റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ചുമരലമാരി കൊടുത്തിട്ടുണ്ട്. നമുക്ക് വീടിൻ്റെ പുറകുവശം നമുക്ക് ഇവിടുന്ന് കാണാം. ഒരു ഔട്ട് ഹൗസ് ഒക്കെ നമുക്ക് താഴത്ത് പോയിട്ട് ഒന്നുകൂടെ നോക്കാം. അതേമാതിരി ഇവിടെ യൂറോപ്യൻ ക്ലോസറ്റ് ആയിട്ടുള്ളൊരു ബാത്റൂം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു ഹാളാണ്. അതിൽ ബെഡ് ഇട്ടുണ്ട്. പക്ഷേ ഇവിടെ എല്ലാം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള 2500 സ്ക്വയർ ഫീറ്റിൻ്റെ ഉള്ളിൽ വരുന്ന വീടാണ്. അപ്പോൾ നല്ല സ്പേസ് ഉണ്ട്.
ഇതിൽ നമുക്ക് ഈ റൂമിന്റെ ബാത്റൂം വന്നിട്ട് ഇപ്പോൾ ഇവിടെ ഇങ്ങനെയാണ്. വാട്ടർ ഹീറ്ററൊക്കെ ഉണ്ട്. ഇവിടുന്ന് ഇപ്പോൾ നമുക്കിപ്പോൾ മുകളിലത്തെ രണ്ടാമത്തെ റൂം കണ്ട്. അപ്പോൾ മൊത്തത്തിൽ 4 റൂം കഴിഞ്ഞ് 5ാമത്തെ റൂമിലേക്ക് വരികയാണ്. ഇതിൽ ഇവിടെയാണ് ബാത്റൂം വരുന്നത്. ഇവിടെ ഇപ്പോൾ ബാത്റൂം നമുക്ക് നല്ല വലുപ്പത്തിലുള്ള ബാത്റൂം ഉണ്ട്. ഇന്ത്യൻ ക്ലോസറ്റാണ് ഈ ബാത്റൂമിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മുകളിലത്തെ നിലയാണ്. നല്ല തേക്കിൻ്റെ നല്ല കതക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് റോട്ടിൽ വണ്ടിയൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാം ഇവിടുന്ന്. ഇത് ഫ്രണ്ടേജ് നല്ല ഗ്ലാസ് ഇട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഡ്രസ് വർക്ക് ചെയ്താണ് നമുക്ക് കാണുന്നത്. ഇവിടുത്തെ ഹാള് നല്ല വിശാലമായിട്ടുള്ള ഒരു ഹാളാണ്. 1, 2, 3 ബെഡ്റൂമാണ് നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്. താഴത്ത് 2, 5 ബെഡ്റൂമാണ് ഓൾറെഡി ഈ വീട്ടിലുള്ളത്. ഇത് തേക്കിൻ്റെ ഇതിൽ കൊടുത്ത ജനലുകളാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഡൈനിങ് റൂം ഹാളാണ്. നല്ല വലുപ്പത്തിലുള്ള ഒരു ഹാളാണ്. പിന്നെ നമുക്കിവിടെ കിച്ചണിലേക്കുള്ളതാണ്. കിച്ചണ് അവിടെ നമുക്ക് ഇതിൽ സ്റ്റോർ റൂമുണ്ട്. സിങ്ക് ഈ ഭാഗത്തുണ്ട്. കിച്ചൺ കബോർഡ്. ഇതിപ്പോൾ സെക്കൻഡ് കിച്ചണായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ വർക്ക് ഏരിയ കാര്യങ്ങളൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. ഇവിടെ ഒരു കോമൺ ബാത്റൂം ഉണ്ട്. ഇപ്പോൾ കോമൺ ബാത്റൂം ഇവിടെ പറഞ്ഞാൽ പിന്നെ യൂറോപ്യൻ ക്ലോസറ്റിലാണ്. അപ്പോൾ നമുക്കിവിടെ ചുറ്റും ഇതിൽ വാസ്തുപ്രകാരം വിട്ടിട്ടാണ് നിൽക്കുന്നത്. നമുക്കിപ്പോൾ ഇവിടെ ഒരു ഔട്ട് ഹൗസ് ഉണ്ട്. സർവൻസിനൊക്കെ നമുക്ക് ചെയ്യാൻ നോൺ വെക്കാത്ത, അങ്ങനെ കഴിക്കാത്തവർക്ക് നോൺ വെക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ഇത് പഴയ മോഡലിലുള്ള രീതിയിൽ ചിമ്മിനിയൊക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല സ്പേസ് ഉള്ള ഒരിതാണ്. സ്പേസ് നിറയുണ്ട്. ഇവിടെ നമുക്കൊരു കൊട്ടത്തളം കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേമാതിരി ഗ്രില്ല് നമുക്ക് 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. കാക്കയോ അങ്ങനെയുള്ള കയറാത്ത നല്ല സേഫായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സ്പേസ് ഉണ്ട് ഇവിടെ. 2500 സ്ക്വയർ ഫീറ്റ് ഈ വീട് കൂടാതെയാണ് ഇത് വരുന്നത്. ഇതൊരു 1500 സ്ക്വയർ ഫീറ്റിൽ നിൽക്കുന്ന ഒരു ഇതാണ്. ചുറ്റുവട്ടമൊക്കെ കണ്ട് നമുക്കിപ്പോൾ ഇവിടെ നമ്മുടെ പട്ടാമ്പി ടു കൊപ്പം വളാഞ്ചേരി ഭാഗത്ത് നിന്ന് നടുമുറ്റത്ത് നിന്നും മാറിയിട്ട് നമ്മളെ പിന്നെ തെക്കുമല ഭാഗത്താണ്. തെക്കുമല ഭാഗത്ത് വരുന്ന സ്ഥലമാണ് ഇത് കണ്ടേക്കുന്നത്. നമുക്ക് 18.4 സെന്റ് സ്ഥലം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? 18 സെന്റ് സ്ഥലം, 2500 സ്ക്വയർ ഫീറ്റ്, ഔട്ട് ഹൗസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓപ്പൺ കണ്ടറുണ്ട്. 2 രീതിയിലുള്ള വെള്ളം വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഒറ്റപ്പാലത്തുനിന്ന് നമുക്ക് എക്സ്ചേഞ്ച് ആയിട്ട് 2 വീടുകൾ അടുത്തടുത്തായിട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ അവർക്ക് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ അതല്ല സ്ഥലമായിട്ടാണെങ്കിൽ ഒരു 10-12 സെന്റ് സ്ഥലം ആയിട്ടാണെങ്കിൽ എക്സ്ചേഞ്ച് രീതിയിൽ വേണമെങ്കിൽ ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അവർ വില ഉദ്ദേശിക്കുന്ന വില എന്ന് വെച്ച് കഴിഞ്ഞാൽ 65 ലക്ഷം രൂപയാണ്. റെഡി ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും നെഗോഷ്യബിൾ ഉണ്ട്. എക്സ്ചേഞ്ച് അവർക്ക് അക്സെപ്റ്റ് ചെയ്യുന്ന വില അതാണ് അവർ പറഞ്ഞത്. പിന്നെ എന്തെങ്കിലുമൊക്കെ കച്ചവടമല്ല, അപ്പോൾ പിന്നെ ചെറിയ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യും. അപ്പോൾ നമ്മളെ ചാനലായ ഒമേഗ എച്ച് വ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണുന്നിടം വരെ ആരോമൽ ജെ സൈനിങ് ഓഫ്.